രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എനിക്കിങ്ങനെ ഗിരിയന്റെ ഔദാര്യത്തിൽ ജീവിക്കുന്നത് ഇഷ്ടമല്ല. നമ്മുടെ കാര്യത്തിലെ ഗതികേട് സഹിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ കുഞ്ഞിന്റെ കാര്യത്തില് അങ്ങനെയല്ല. കുഞ്ഞിന് വേണ്ടി 1 രൂപ പോലും ഗിരിയന്റെ കയ്യിൽ നിന്ന് വാങ്ങരുതെന്ന് എനിക്ക് വാശിയുണ്ട്. മോളെ, ഇതൊന്നും ഗിരി കാണിക്കുന്ന ഔദാര്യമായിട്ട് കാണണ്ട. എന്റെ ഡാഡി എറിഞ്ഞു കൊടുക്കുന്ന കാശുകൊണ്ടാണ് അവൻ ഈ വീട്ടിലെ ചെലവ് നടത്തുന്നത്. അപ്പൊ അതിന്റെ ഒരു പങ്ക് നമ്മൾ അനുഭവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഗിരിയേട്ടനെ അധ്വാനിച്ച് ജോലി ചെയ്യുന്നതിന്റെ ശമ്പളം മാത്രം ആ ഗോപാൽജിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. ഗോപാൽജിയുടെ കൂടെ ജോലി ചെയ്യുന്നത് നിർത്തിയ ഗിരിയേട്ടന് അതിനേക്കാൾ കൂടുതൽ ശമ്പളം കൊടുത്ത് മറ്റാരെങ്കിലും ജോലിക്ക് വെക്കും. ഗിരിയേട്ടന് അതിനുള്ള കഴിവുണ്ട്. ഞാൻ സഞ്ജുവേട്ടനെ തിരുത്താൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ ഈ വീട്ടില് നമ്മൾ ഗിരിയേട്ടന്റെ ചെലവിൽ തന്നെയാ കഴിയുന്നത്. ആ നാണക്കേട് എത്ര കാലം എന്ന് വെച്ചാൽ നമ്മൾ സഹിക്കുക. മോള് വെറുതെ വിഷമിക്കണ്ട. അധികം വൈകാതെ ഡാഡി നമ്മളെ തിരിച്ചു വിളിക്കും. ഗോപാൽജി നമ്മളെ തിരിച്ചു വിളിക്കുമായിരിക്കും. പക്ഷെ അത് ഉടനെ നടക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ഗോപാൽജിക്ക് നമ്മുടെ കല്യാണം കാരണം ഉണ്ടായ നഷ്ടം ചെറുതല്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി നമ്മൾ കാരണം ഇല്ലാതായി. അദ്ദേഹം അത് പെട്ടെന്നൊന്നും മറക്കില്ല. അദ്ദേഹം നമ്മളോട് ക്ഷമിക്കുന്നത് വരെ നമുക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ സഞ്ജുവേട്ടൻ പേരിനെങ്കിലും ഒരു ജോലിക്ക് പോണം. ജോലിക്ക് പോകാനോ? ഞാനോ? മോളെ, 100 കണക്കിന് ആളുകളാണ് എന്റെ കീഴിൽ ജോലി ചെയ്തിരുന്നത്. ഞാൻ ഇനി വല്ലവർക്കും വേണ്ടി ജോലിക്ക് പോകാനോ? സഞ്ജുവേട്ടൻ ജോലിക്ക് പോയ എല്ലാ തരത്തിലും നമുക്ക് ഗുണമാ. ഈ വീട്ടില് സഞ്ജുവേട്ടന് ഒരു ബഹുമാനം കിട്ടും. മാത്രമല്ല, ഗോപാൽജിക്ക് സഞ്ജുവേട്ടന് സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു യോഗ്യത ഉണ്ടെന്ന് മനസ്സിലാവും. പിന്നെ അദ്ദേഹം പെട്ടെന്ന് നമ്മളെ കുടുംബത്തിന്റെ ഭാഗമായി